നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്ന് ചെല്ലു ഗോപിയേട്ടാ. വസു, എന്തായി? അവള് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണോ? വിട്ടുകള വസു, അവൾ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അപ്പോ ഏട്ടനെ അനുനയിപ്പിക്കാൻ വന്നതാണോ? നമ്മളൊക്കെ ലോകപരിചയമുള്ള ആൾക്കാരല്ലേ, അതുപോലെയാണ് ഇന്നത്തെ പെൺകുട്ടികള്. നമുക്ക് മറക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുമല്ലോ. ഏട്ടന് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. ഞാനൊന്നും മറക്കുകയില്ല, ഒന്നും പൊറുക്കുകയില്ല. പലവട്ടം പലരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചവളാണ് അവള്. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് അവളെ ഈ കുടുംബത്തിന്റെ പൂജാമുറിയിൽ ഇരുത്തി ദേവിയായിട്ട് ആരാധിക്കാനല്ല, അടിമയാക്കി കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനാ. നീ ഇങ്ങനെയൊക്കെ പറയരുത് വസു. അവള് നമ്മളെ മരുമകളല്ലേ. ഗൗതമന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവം അയച്ചതാ അവളെ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഉദ്ദേശം നടന്നല്ലോ. ദീർഘസുമംഗലി ഗൗതമിന്റെ വധുവായി. ഇനി ഞാൻ എന്റെ ആഗ്രഹം നിറവേറ്റട്ടെ. ഒരു നീർക്കുമുള പോലെയുള്ള ഈ ജീവിതത്തിൽ ഇത്രയ്ക്ക് വാശിയും വൈരാഗ്യം വെച്ച് പുലർത്തണോ? ഓ, ജീവിതത്തെക്കുറിച്ച് അവള് നടത്തിയ പ്രസംഗം ഏറ്റുപറയാൻ വന്നതാണോ ഏട്ടൻ? ആന്റി ആന്റി പറയുന്നതനുസരിച്ച് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ച് വിളക്ക് കൊളുത്താൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇനി വിളക്ക് കൊളുത്തുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചാലോ? ഇത് വിളക്ക് കൊളുത്തുന്ന പ്രശ്നം മാത്രമല്ല, ഞാൻ പറയുന്നത് അനുസരിച്ചാലേ നിനക്കിവിടെ ജീവിക്കാൻ പറ്റൂ. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നില്ല. നീ ഇവിടെ വിട്ട് പോകുന്നാണോ പറയുന്നേ? വസുന്ധര എന്റെ പിടിവാശി തുടർന്ന എനിക്ക് വേറെ വഴിയില്ലല്ലോ. ഇവള് പോകുന്നെങ്കി പോകട്ടെ എടുത്തി. കല്യാണം നടന്നതോടെ ഗൗതമിന്റെ ദോഷം മാറിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ അന്തസ്സിന് ചേർന്ന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്താം. ആഹാ, എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം. ഇന്നുച്ച മുതൽ ഞാൻ ഈശ്വരമംഗലത്തെ ഗൗതം ഗോപിനാഥിന്റെ ഭാര്യയാണ്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും ഞാൻ മിസ്സസ് നിധി ഗൗതം തന്നെയായിരിക്കും. പിന്നെ വസുന്ധരാന്റി ഒരു വിവാഹമോചനം സ്വപ്നം കാണുന്നുണ്ടാവും. അത് നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. നീ എന്തിനാ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്? ഇവിടെ ആരെങ്കിലും അതേക്കുറിച്ച് പറഞ്ഞോ? വെറുതെ നിഴലിനോട് യുദ്ധം ചെയ്യരുത്. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. പകരം ആ ജോൽസിനെ വിളിച്ച് ഇവിടെ നടന്നതൊക്കെ പറയാൻ പോവാ. നീ എന്തിനാ അദ്ദേഹത്തെ വിളിക്കുന്നത്? എന്നെ ഈ കുരുക്കിൽ കൊണ്ടുവന്ന് ചാടിച്ചത് അദ്ദേഹമാണല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. നീ വിളിക്ക്, ഫോൺ ലൗഡ് സ്പീക്കറിലിട്. ഗൗതമിന്റെ ജാതകദോഷം മാറിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അയാള് തന്നെ പറയട്ടെ. ബെല്ലടിക്കുന്നുണ്ട്. ഹലോ ജോത്സരങ്ങളെ, ഞാൻ നിധിയാണ്. ആ മോളെ, നിന്റെ നമ്പർ എന്റെ കയ്യിലില്ലായിരുന്നു. എനിക്കറിയാം, പക്ഷേ അങ്കിളിന്റെ നമ്പർ ആവശ്യം വരുമെന്ന് കരുതി ഞാൻ വാങ്ങി വെച്ചിരുന്നു. ഓ നന്നായി. അല്ല, ഇപ്പൊ മോക്കെന്താ എന്നെ കൊണ്ട് ആവശ്യം? അങ്കിള് പറഞ്ഞതുപോലെ വിവാഹവും ഗൃഹപ്രവേശവും ഒക്കെ നടന്നു. പക്ഷേ ഞാൻ വിളക്ക് കൊളുത്താൻ വസുന്ധര ആന്റി സമ്മതിക്കുന്നില്ല. മോളും ഗൗതമും ചേർന്നാണ് വിളക്ക് കൊടുത്തേണ്ടതെന്ന് ഞാൻ പാർവതിയോട് പറഞ്ഞാണല്ലോ. ഈ വീട്ടിലെല്ലാവരും അത് തന്നെയാ പറയുന്നത്. പക്ഷേ വസുന്ധര ആന്റി മാത്രമാണ് പ്രശ്നം. മോള് ഫോൺ വസുന്ധരാമന്റെ കൈ കൊടുക്കുക, ഞാൻ സംസാരിക്കാം. ഫോൺ ലൗഡ് സ്പീക്കറിലാണ്. അങ്കിള് പറഞ്ഞോളൂ.
വിവാഹം കഴിഞ്ഞതുകൊണ്ട് മാത്രം ഗൗതമിന്റെ ജാതകത്തിലെ ദോഷം തീരില്ല വസുന്ധരാമേ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. അത് നിധിയുടെ ജാതക ഗുണം ഗൗതമിന് ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. ഇതൊക്കെ ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞിട്ടുള്ളത്? അതുകൂടി ജോത്സ്യർന്ന് പറയേ. ഞാൻ സംസാരിക്കുന്നതേ ഏതെങ്കിലും പുസ്തകത്തെ ആധാരമാക്കിയല്ല, അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത ചില അറിവുകളില്ലേ, അതാണ് എന്റെ പാഠപുസ്തകം. വസുന്ധരാമ ഇപ്പൊ രാത്രി മുഴുവൻ ഒരു ലാപ്ടോപ്പിൽ ജോലി ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് അത് സേവ് ആക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാം മാഞ്ഞു പോവും. അതുപോലെ ഇവിടെയും സംഭവിക്കാം. ജ്യോത്സ്യനങ്ങളിനെ എല്ലാം പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഇനി താലി കെട്ടിയത് കൊണ്ടും വിളക്ക് കൊളുത്തിയതുകൊണ്ടും മാത്രം എല്ലാ ദോഷവും തീർന്നു എന്ന് അർത്ഥമില്ല. നിധിയും ഗൗതമും തമ്മിൽ മാനസികവും ശാരീരികവുമായ അടുപ്പം കൂടി ഉണ്ടാവണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശാന്തി മുഹൂർത്തവും ഭംഗിയായി നടക്കണം. നീ എന്ത് കേൾക്കാനടി ഇവിടെ നിൽക്കുന്നേ? ഓടിയകത്ത്, ജോത്സ്യനെങ്കിൽ ഫസ്റ്റ് നൈറ്റിനെ പറ്റിയാ പറഞ്ഞേ. ഓടിയകത്ത്. ഗൗതമിന്റെ ദീർഘായുസിന് വേണ്ടി നിധിയെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കേണ്ട വസുന്ധരാമ തന്നെ അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ലല്ലോ. എല്ലാം കേട്ടു. ഞാനൊന്ന് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്തോളാം. ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. ഗൃഹപ്രവേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്തുക, എന്നിട്ട് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുക, അത്ര തന്നെ. എല്ലാം വേണ്ട വിധം ചെയ്തോളാം ജോത്സ്യരെ. ഓ ആയിക്കോട്ടെ, സമയം പോലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓ, ജോത്സ്യരങ്ങൾ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. കല്യാണം പ്രമാണിച്ച് ഗൗതം സാറ് ഓഫീസിൽ പോകുന്നില്ലെങ്കിലും ഓൺലൈനായി വർക്ക് ചെയ്യേണ്ടി വരും. വസുന്ധര ആന്റിക്ക് അതുപോലെ തന്നെ പിടിപ്പത് പണികൾ കാണും. പാർവതി ആന്റിക്ക് ഈ വീട്ടിലെ സില്ലി ജോലികൾ ഒരുപാടുണ്ടല്ലോ. അങ്കിളിനും പ്രണവിനും അവരുടേതായ തിരക്കുകളും ഉണ്ട്. പിന്നെ യാമിനിക്കുട്ടിക്ക് പഠിക്കണ്ടേ? ആന്റി പറഞ്ഞ ഞാൻ വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. നീ എവിടെ പോന്നു മോളെ? എനിക്ക് എന്റേതായ തിരക്കുകളുണ്ട് ആന്റി. പാലും പത്രവും വിതരണം ചെയ്യുന്നത് അത്ര ഈസി ജോബ് അല്ല. ആദ്യം എന്റെ വീട്ടില്, അയ്യോ സോറി, അമ്മാവന്റെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് കുറേ പേരെ കാണണം. നീ ഞങ്ങളെ വിട്ടു പോകല്ലേ? ചേച്ചി ഞങ്ങളെ വിടില്ല. കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് മോളെ. അത് പറയേണ്ടവര് പറയട്ടെ. എടാ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ജോത്സ്യം പറഞ്ഞതൊക്കെ കേട്ടിട്ടും നീ എല്ലാം വെറുതെ കണ്ടു നിൽക്കുകയാണോ? ഞാൻ എന്താ പറയേണ്ടത്? ഇവളുടെ കാല് പിടിക്കണോ? ഇവിടുന്ന് പോകരുതെന്ന് അപേക്ഷിക്കണോ? ഇവിടെ പോകില്ലെന്ന് ഉറപ്പ് തന്നാ ഞാൻ അതും ചെയ്യാം. ചേച്ചിയുടെ കാല് പിടിക്കാൻ ചേട്ടൻ തയ്യാറായി, പക്ഷേ അത് തിരിച്ചു ചെയ്യാൻ ചേച്ചിയുടെ ഈഗോ അനുവദിക്കുന്നില്ല, അല്ലേ? ശിവാനിക്ക് വേണ്ടി ഒരിക്കൽ ചേച്ചി ആന്റിയുടെ കാല് പിടിച്ചല്ലേ? ഇനി ഈ കുടുംബത്തിന് വേണ്ടി ഏട്ടനോട് മാപ്പ് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്?